അത് തിരുവനന്തപുരത്തെ ഡീഗ്രേഡ് ചെയ്ത് പല കാര്യങ്ങളും ഞാൻ അങ്ങനെ ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ട്രിവാൻഡ്രത്ത് ഭക്ഷണം മോശമാണെന്ന് പലരും പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്തൊരു ഫാക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫാക്റ്റിൻ്റെ റീസൺ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റോ അല്ല, രണ്ട് മൂന്ന് റെസ്റ്റോറൻറ്റ് അങ്ങനെ അനുഭവം എൻ്റെ അമ്മയാവട്ടെ കുടുംബത്തിൽ ആരെങ്കിലും എല്ലാവരും പോയി കഴിക്കുന്ന സ്ഥലങ്ങളാണ്. മനഃപൂർവ്വമായി മോശം ഭക്ഷണം കൊടുക്കുന്നവരോട് ഇൻഫൈൻ പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ ഒറ്റ വാക്കിൽ സർവ്വവ്യാപി എന്ന് വിളിക്കാം. അദ്ദേഹം ചിലപ്പോൾ പെട്ടിക്കടയിൽ കാണും, ചിലപ്പോൾ ബിസിനസ് മാഗ്നറ്റുകളുടെ ഇടയിൽ കാണും. അങ്ങനെ കാസിനോവയായി ലോകം മൊത്തവും പരന്ന് നടക്കുന്ന സ്വർഗമാമ സ്വർഗം മറ്റാരുമല്ല, വിശേഷണങ്ങൾക്കെല്ലാം അതീതമായി മുകേഷ്. നമസ്കാരം. നമസ്കാരം. ജേർണലിസ്റ്റായിരുന്നു, MBA റാങ്ക് ഹോൾഡറാണ്, ഒരു പവർഫുള്ളായിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ CEO ആയിരുന്നു, പിന്നീട് CEO ആയി ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നു. എന്ത് തോന്നുന്നു ഈ യാത്രയിൽ? നമ്മൾ ഒന്നും പ്ലാൻ ചെയ്ത് വരുന്ന ആളല്ല. ഞാനൊന്നും പ്ലാൻ ചെയ്ത് എടുത്തതോ അല്ലെങ്കിൽ ഒന്നുമല്ല. നമ്മളൊരു ജേർണലിസ്റ്റായിട്ട് നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ പറയുന്ന കണക്ക് ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു BSA സൈക്കിളിൽ പോകാൻ ആഗ്രഹിച്ചവന് റോൾസ് റോയ്സ് കിട്ടി എന്നുള്ളൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. നമ്മുടെ ആഗ്രഹം BSA സൈക്കിളാണ്. അത് അത്രയേ ഉള്ളൂ ഒരു യാത്രയെക്കുറിച്ച് പറയാനായിട്ട്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ് എന്ന് തന്നെ പറയാം. കാരണം സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. സപ്പോർട്ട് ചെയ്തതിനേക്കാളും ഡീമോട്ടിവേറ്റ് ചെയ്തതിനാണ് കൂടുതലുള്ളത്. അപ്പം അവര് നമുക്ക് ഇത് തന്നെയാണ് നമ്മളുടെ അതിനോടുള്ള ഉത്തരവ് എന്നുള്ളത് പറയുന്നത്. അതെ, നമ്മളിവിടെ എത്തിയ ഒരു മാസീവ് സക്സസ് ആണ് എല്ലാവർക്കും ഉള്ള ഒരു മറുപടി എന്ന് പറഞ്ഞ പോലെ. തീർച്ചയായും അതൊരു ഓവർനൈറ്റ് സക്സസ് അല്ല. ടേക്ക് ഇയേഴ്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇത്രയും വർഷം എടുത്തിട്ടാണ് നമ്മളൊരു ജേർണലിസ്റ്റിൽ നിന്ന് ഒരു CEO ആവുന്നതും, പിന്നെ അതിൽ നിന്നൊരു കമ്പനിയുടെ CEO ആവുന്നതും, പിന്നെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഗ്രാജുവലിയാണ്. ഒരു ദിവസം കൊണ്ട് ഓവർനൈറ്റ് ഉണ്ടാക്കിയ സക്സസ് അല്ല. അപ്പോൾ അതൊരു ഹാർഡ് വർക്കിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട് അതിൻ്റെ അകത്ത്. എത്രയോ നീണ്ട കാലത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് പാവപ്പെട്ടവരുടെ ഇടയിലും ചേട്ടനെ കാണാൻ പറ്റും, അതേപോലെ ബിസിനസ് മാഗ്നറ്റുകളുടെ ഇടയിലും കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ രണ്ട് എക്സ്റ്റൻറ്റിലും ഒരേപോലെ? അല്ലാതെ നമ്മൾ ബേസിക്കലി ഒരു പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും സാധാരണക്കാരാണ്. അപ്പം നമ്മൾ എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റുകൾ ചെയ്തിട്ടുള്ളതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ ശ്രമിക്കുന്നത്, കാരണം എപ്പോഴും സമയത്തിൻ്റെ ഇതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതും സാധാരണക്കാരുടെ അതുപോലെ അത്തരമുള്ള സ്പോട്ടുകൾ, അത്തരമുള്ള കടകൾ, അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരിലേക്ക് പോകുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഞാൻ തുടക്കം മുതൽ അങ്ങനെയാണ്. ഇപ്പോൾ ഇന്നിപ്പം ട്രിവാൻഡ്രത്ത് ഹൈലൈറ്റ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലായാലും പല സ്പോട്ടുകളും നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് എക്സ്പ്ലോർ ചെയ്ത സ്പോട്ടുകളാണ്. ഇപ്പോൾ പുതിയ ഒരു ഇൻഫ്ലുവൻസർ പിറവി കൊള്ളുമ്പോൾ ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ആ സ്പോട്ടിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ നമുക്കത് വലിയൊരു അഭിമാനമാണ്. അതേ സെയിം സ്പോട്ടുകൾ അവർ ചെയ്ത് തുടങ്ങുന്നത് കാണുമ്പോൾ അപ്പോൾ അത്രയും അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഒരു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു വളരെ പവർഫുള്ളായ ഒരു പൊസിഷനിൽ കമ്പനീൻ്റെ CEO ആയിരുന്നിട്ട് അവിടം വിട്ടിട്ട് പുതിയൊരു ബിസിനസ് സംരംഭത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. പലപ്പോഴും ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഭയങ്കരമായ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത്ര രൂപ 8 ലക്ഷത്തോളം മാസ വരുമാനം ഉണ്ടായിരുന്നിടത്തു നിന്ന് അതിനെ ഉപേക്ഷിച്ചിട്ടൊരു പുതിയൊരു റിസ്കി ആയിട്ടുള്ളൊരു മേഖലയിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? അല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി, ഞാൻ ഏരീസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. നമ്മളിപ്പം വേൾഡിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 10-15 കമ്പനി എടുത്താൽ അതിനകത്ത് വൺ ഓഫ് ദ ടോപ്പ് കമ്പനിയാണ് ഏരീസ് ഗ്രൂപ്പ്. 67 കമ്പനീസ് ഉണ്ട്, 27 രാജ്യങ്ങളിലായിട്ട്. അങ്ങനെ അത്രയും കമ്പനികളുള്ളൂ. അപ്പം ഞാൻ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തത് എൻ്റെ CEO ആണ്, സോൺ റോയ് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് പുതിയ ബിസിനസ്സിലേക്ക് ഞാൻ ഇറങ്ങണമെന്ന് ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തത്. ഞാൻ എൻ്റെ റെസിഗ്നേഷൻ കൊടുത്തപ്പോൾ പുള്ളി ഒരു കണ്ടീഷൻ മാത്രം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും തിരിച്ചു വരാം, അങ്ങനെ ആ ഒരു ഡോർ എപ്പോഴും ഓപ്പൺ ആയിരിക്കും, അതുകൊണ്ട് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് ഇവിടുന്ന് പോകുന്നതെന്ന് വിചാരിക്കേണ്ട, നിങ്ങൾ പോയി എല്ലാം സ്റ്റാർട്ട് ചെയ്തോളൂ എന്നുള്ള പറഞ്ഞിട്ട് നമ്മളെ കൺസൾട്ടൻ്റായിട്ട് ഇരുന്നോളം പറഞ്ഞോളൂ. അപ്പോൾ സ്റ്റിൽ നമ്മളെപ്പോഴും ഏരീസുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അതാണ് പുള്ളിയുടെ നല്ല മനസ്സും. ഞാനും എനിക്കും ഭയങ്കര അഭിമാനമാണ്. ഞാനിപ്പോൾ ഏരീസിൻ്റെ കൺസൾട്ടൻ്റ് ആണെന്ന് എപ്പോഴും ഞാൻ അഭിമാനത്തോടുകൂടിയാണ് പറയുന്നത്. ഞാൻ വർക്ക് ചെയ്ത കമ്പനി എൻ്റെ ക്ലയൻറ്റുമായി. അത് എനിക്ക് വളരെ സന്തോഷം. ഞാൻ ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കമ്പനി ഇനോഗ്രേറ്റ് ചെയ്തത് എൻ്റെ CEO സോൺ റോയ് ആണ്. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ എൻ്റെ ഒരു ഗോഡ് ഫാദറാണ്. അപ്പോൾ അദ്ദേഹം കമ്പനി, അതിനുശേഷം അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിന് തന്നെ കമ്പനിയുടെ ബ്രാൻഡിങ് വർക്കുകൾ എനിക്ക് തരികയും, അപ്പോൾ അങ്ങനെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത്. അപ്പം അതുപോലെ ഒരു സപ്പോർട്ട് നമ്മൾ ഈ ഒരു ഫേസിൽ, നമ്മൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫേസ്, നമ്മളൊരു ജോബിൽ നിന്ന് മാറി ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ഒരു ബാക്കപ്പിന് ഒരാൾ ഉണ്ടാവുക എന്നുള്ളത്, അത് വലിയൊരു ഭാഗ്യമാണ്. അത് നമ്മൾ
അവിടെ ഉള്ളത് അത് വലിയ സപ്പോർട്ടാണ്. വലിയൊരു അനുഗ്രഹമാണ്. ഈ പുതിയ സംരംഭകർ, അതായത് സത്യത്തിൽ നമ്മുടെ രാജ്യം പുതിയ സംരംഭകരെ പ്രതീക്ഷിക്കുന്ന സമയമാണ്. നമ്മളെല്ലാവരും തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തൊഴിലാളികളായിട്ടാണ് വീട്ടുകാരുൾപ്പെടെ വളർത്തിയത്. അനുഭവം ഉണ്ടാവുമല്ലോ, ഇടത്തരക്കാരുടെ എല്ലാവരുടെയും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവും. അതിൽ നിന്ന് ഇത്തരം ഒരു ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ നെഗറ്റീവ് പറഞ്ഞിരുന്നോ? തീർച്ചയായിട്ടും. ഞാൻ ഈ ജോലി രാജിവെക്കുമ്പോൾ എൻ്റെ കമ്പനി CEO ഒഴിച്ച് ബാക്കി എല്ലാവരും അത് നെഗറ്റീവ്, കൂടെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ആ ഒരു നെഗറ്റീവ് തന്നെ ആയിരുന്നു. പിന്നെ എല്ലാവരും എന്നെ അത് എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിച്ചില്ല, എല്ലാവരും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനേ ശ്രമിച്ചോളൂ. പക്ഷേ എനിക്കൊരു വ്യക്തമായൊരു ലക്ഷ്യമുണ്ടായത്. കാരണം ഞാൻ ബ്രാൻഡിങ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് കടക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു 2000-ഓളം ക്ലയൻറ്റ് ബേസ് ഉണ്ടായിരുന്നു. ആ ഒരു ക്ലയൻറ്റ് ബേസാണ്. കാരണം ഞാൻ ഏറ്റവും അധികം ബ്രാൻഡുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്ത ഒരാളാണ്. ഇത്തരം നാഷണൽ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സുമായിട്ട്, കമ്പനികൾ അങ്ങനെ. അപ്പം ആ ഒരു ക്ലയൻറ്റ് ബേസ് എൻ്റെ കയ്യിൽ ഇരുന്നത് എനിക്കൊരു ഭയങ്കര, കാരണം ഇത്രയും ക്ലയൻറ്റ്സ് എന്നെ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ അത്രയും ബ്രാൻഡുകൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ ഈ ഒരു ഇതിലോട്ട് ഇറങ്ങിയത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പുതുതായിട്ട് ക്ലയൻസുകളെ കണ്ടുപിടിക്കണം, എൻ്റെ അത് ആവശ്യം വന്നില്ല. ഓൾറെഡി എക്സിസ്റ്റിംഗ് ക്ലയൻസ് തന്നെ ഉള്ളത്. നമ്മൾ അദാനി, അവർ അതുപോലുള്ള മേജർ ക്ലയൻസ് എടുക്കും. എയർപോർട്ടിൻ്റെയൊക്കെ അവരുടെ ഡ്യൂട്ടി ഫ്രീ പ്രൊമോഷൻസൊക്കെ അന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനത്തെ എക്സിസ്റ്റിംഗ് കുറേ നല്ല പ്രീമിയം ക്ലയൻസ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വളരെ, ഇപ്പം ഇൻ്റർനാഷണലി എടുക്കാനാണെങ്കിൽ ദുബായിലുള്ള ഒരു മേജർ കമ്പനീസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാം PR-ഉം ബ്രാൻഡിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഒക്കെ. ഏറ്റവും അധികം ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡുണ്ട്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു അനുഭവം? അത് അത്രയും ഒരു റെക്കോർഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉദ്ഘാടനങ്ങൾ ചെയ്തതല്ല. കാരണം എൻ്റെ ഇൻട്രൊഡക്ഷനിൽ ബ്രദർ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ പെട്ടിക്കടകൾ മുതൽ. അപ്പം ഞാൻ എന്നെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചാൽ അതൊരു ചെറിയ കടയാണോ, നമ്മൾ ഇത്തരം ചെറിയ കടകൾ ഉദ്ഘാടനം ചെയ്യില്ല അങ്ങനെ പറയുന്ന ഒരാളല്ല. എന്നെ ആര് വിളിച്ചാലും ഉദ്ഘാടനത്തിന് വിളിച്ചാൽ നമ്മളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വിളിക്കുന്ന ആൾക്കാരായിരിക്കാം. അല്ല, ഒരുപക്ഷെ നമ്മൾ പോയി ചെയ്തതിന് ശേഷം സക്സസ് ആവുന്നതുകൊണ്ടായിരിക്കും എല്ലാവരും വിളിക്കുന്നത്. കാരണം തൊട്ട് അത് മോശമായി പോയി പിന്നെ വേറെ ആരും വിളിക്കുന്നത്. കാരണം ഇതിനെന്തോ ഇറണമെന്നൊക്കെ പറയാം. അപ്പം ആ ഒരു ഇറണം ഉണ്ട്, അതാണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് എനിക്ക് സ്റ്റാർ വാല്യൂ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ എന്തോ ദൈവത്തിൻ്റെ കൃപാകടാക്ഷമോ അല്ലെങ്കിൽ പിതൃക്കളുടെ ഭാഗ്യം കൊണ്ട് നമ്മൾ തൊടുന്നത് ഇങ്ങനെ തൊട്ടതെല്ലാം പൊന്നായിട്ട് അങ്ങനെ നന്നായി പോകുന്നുണ്ട്. അതെ, തിരുവനന്തപുരത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ പോലെയാണ് ഇപ്പോൾ തന്നെ ഒക്കെ ഒരു ഇതിൽ അറിയപ്പെടുന്നത്. ട്രിവാൻഡ്രം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ട്രിവാൻഡ്രം എന്ന് പറയുന്നത് എനിക്ക്, നമ്മളിപ്പോൾ ലോകത്ത് എവിടെ പോയാലും എനിക്ക് ഒരു 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ഒരു ടെൻഷനും സഫോക്കേഷനാണ് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരാനാണ്. ട്രിവാൻഡ്രത്തിൽ നമ്മൾ ട്രിവാൻഡ്രത്തിൽ എല്ലാ ഒരു ക്രോസ് സെക്ഷനിൽ നമ്മൾ പോകുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ട്രിവാൻഡ്രത്ത് അയ്യോ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയില്ലല്ലോ, പഴവങ്ങാടി പോയില്ല, അല്ലെങ്കിൽ മറ്റേ ഇവിടെ പോയില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളിവിടെ സ്ഥിരം പോകുന്ന ബാറുകൾ ഞാൻ 2 അടിക്കുന്ന ആളാണ്, ഓപ്പണായിട്ട് സമ്മതിക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ പോയില്ലല്ലോ, രാവിലെ പുട്ടും കടലയും കഴിച്ചില്ലല്ലോ എന്നുള്ള ചിന്തകൾ എപ്പോഴും വരാറുണ്ട്. ട്രിവാൻഡ്രം എന്നെ സംബന്ധിച്ചിടത്തോളം ട്രിവാൻഡ്രം ഉയർന്നു. ചങ്ക് പറിച്ച് നൽകുന്ന കുറേയധികം ഫാൻസ് ഉണ്ട്. ഒരു സൈഡിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഇങ്ങനെ വരുമ്പോഴും, കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോഴും മറ്റേ സൈഡിൽ ഫാൻസിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് വരികയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിൻ്റെ ഇപ്പം നമ്മളിപ്പം ഇന്നലെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയപ്പോൾ നമുക്ക് കിട്ടിയൊരു അനുഭവമാണ്. ഒരു കക്ഷി ഇങ്ങനെ പറയാണ്, ഭയങ്കര ഒരു രാജകലയാണ് പുള്ളിയെ കാണാൻ, പുള്ളിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടു കൂടി സംസാരിച്ച്. നമ്മൾ അങ്ങോട്ട് നെഗറ്റീവ് കുത്തി നിറയ്ക്കാൻ നോക്കിയിട്ട് എന്തെങ്കിലും നെഗറ്റീവ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ 1-2 ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും മാസ് സപ്പോർട്ടാണ്. അത് എങ്ങനെയാണ് ഈ ഒരു അതാരാണെങ്കിലും തീർച്ചയായിട്ടും തിരുവനന്തപുരം എന്ന് പറയുന്നത് നമ്മൾ, എൻ്റെ ഒരു അടിസ്ഥാനമായൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഞാനൊരു അമ്മ ലവർ, കാരണം അമ്മ അച്ഛൻ അങ്ങനെ, അതുപോലെയാണ് നമ്മൾ ജനിച്ച സ്ഥലവും. നമ്മൾ നമ്മുടെ സ്വന്തം സ്ഥലത്തെ നാട്ടുകാരെ ഇഷ്ടപ്പെട്ടാതെ, അല്ലെങ്കിൽ നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്യാതെ ദൂരെ എവിടെ പോയി എന്ത് എക്സ്പ്ലോർ ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ട്രിവാൻഡ്രത്തിൻ്റെ ഒരു 50% പോലും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്നാണ്. മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നമ്മൾ കാണാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്, പോകാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്, കാണാത്ത എത്രയോ, കഴിക്കാത്ത എത്രയോ രുചിയിടങ്ങളുണ്ട് തിരുവനന്തപുരത്ത്. ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഹിഡൻ ജെംസ് എന്ന് പറയും നമ്മളതിന്. അത്തരം ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും ഉണ്ട്, അതെല്ലാം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. ഫേവറേറ്റ് ഇതുവരെയ്ക്ക് കഴിച്ചിട്ടുള്ള ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ഏതാണ് തിരുവനന്തപുരത്ത്, അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തത്തിലും? തിരുവനന്തപുരത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ട്രിവാൻഡ്രം തന്നെയാണ്. എന്ത് പറഞ്ഞാലും ട്രിവാൻഡ്രത്ത് എനിക്ക് ഇങ്ങനെ ഒരുപാട് കടകളുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പം സീ ഫുഡ് പഴയ കടകൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് ചാലയ്ക്കകത്ത് മുബാറക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പം പുതുതായിട്ട് ഈ ഇടയ്ക്ക് ഒരു 4-5 വർഷം കൊണ്ട് വന്നാണ് നമ്മുടെ കലക്കാച്ചി ഹോട്ടൽ സീ ഫുഡിന് എടുക്കുകയാണെങ്കിൽ. പിന്നെ മട്ടൺ നോക്കുകയാണെങ്കിൽ ബിസ്മി റജീല ഒക്കെ വളരെ ഇഷ്ടമാണ്. രണ്ടും ഒരുപോലെ ഇഷ്ടമുള്ള, രണ്ട് ടേസ്റ്റാണ്. ഇപ്പോൾ നാടൻ കുഴി പറയുകയാണെങ്കിൽ കട്ടച്ചൽ കുഴി ഭയങ്കര ഇഷ്ടമാണ്. കട്ടച്ചൽ കുഴി തന്നെ ഒരുപാട് കടകളുണ്ട്, അതിൽ എല്ലാ കടകളിലും ഞാൻ പോയി കഴിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്, ആരും മോശമൊന്നുമല്ല. എല്ലാ കടകളിലും
കാരണം ആ ഒരു ഏരിയയിൽ ഒരു ടേസ്റ്റാണ്. പണ്ട് പട്ടച്ചാരയും ചുട്ട കോഴിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. സീരിയസ് ആയിട്ട് അങ്ങനെ അത് മാറിയാണ് പിന്നെ അത് ചാരായം ആന്റണി നിർത്തിയതിന് ശേഷമാണ് അവിടെ കോഴിപ്പരട്ട് മാത്രമായി മാറിയത്. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് ആ സ്ഥലത്തിന്. അത് പുതിയൊരു ചാരായം കുടിക്കാനായിട്ട് ആൾക്കാർ പിക്കൊണ്ടിരുന്ന സ്ഥലമാണ് അവിടെ. ഈ ചാരായത്തിന് ടച്ചിങ്സ് ആയിട്ട് അവിടെ ഒരു മാമൻ കൃഷ്ണപ്പണിക്കർ അദ്ദേഹം ഇതുണ്ടാക്കുമായിരുന്നു, കോഴിപ്പരട്ട് നാടൻ കോഴിയെ അങ്ങനെ വക്കി കൊന്നിട്ട്. അതാണ് എൻ്റെ കഥ. ഞാൻ അവിടെ കടയിൽ പോയി പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതാണ്. എനിക്കൊരു 5 വർഷമാവും. അപ്പോൾ ആ പള്ളിയുടെ മോൻ പറഞ്ഞത് ഇങ്ങനെ അച്ഛനിങ്ങനെ എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ വക്കി എന്ന് വെച്ചാൽ നമ്മൾ ഉരിച്ചു കൊല്ലത്തില്ല, അതിനെ ഇങ്ങനെ തീയിൽ ചൂട്ടിൽ ഇങ്ങനെ അതിൻ്റെ തൂലൊക്കെ കരിച്ച് എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് അങ്ങനെ അവിടെ കൊടുത്ത് എൻ്റെ കൂടെ ചാരായത്തിൻ്റെ ബിസിനസ് ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊരു വലിയ ഒരു സ്പോട്ടായിരുന്നു അത്. പിന്നെ ചാരായം നിർത്തലാക്കുന്നു, പിന്നെ അവർ കോഴിപ്പുരട്ടിലേക്ക് അങ്ങ് മാറി. അങ്ങനെ ഓരോ സ്ഥലത്തിനും ഓരോ ഹിസ്റ്ററി ഉണ്ട്. ബിസ്മി ആണെങ്കിലും ഇപ്പോൾ കേരളത്തിലൊക്കെ BBC വരെ റിപ്പോർട്ട് ചെയ്ത ഫുഡ് സ്പോട്ടുകളാണ്. അപ്പം ട്രിവാൻഡ്രത്തിനൊരു ലെഗസി ഉണ്ട്. ട്രിവാൻഡ്രം ലെഗസി എന്ന് പറയുന്നത് വേൾഡ്സ് റിച്ചസ്റ്റ് ടെമ്പിൾ ലൈസ് ഓൺ ട്രിവാൻഡ്രം. ശ്രീപത്മനാഭൻ കിടക്കുന്ന തിരുവനന്തപുരം. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് ഒരു കോസ്മോപൊളിറ്റൻ കൾച്ചർ. ട്രിവാൻഡ്രത്ത് നമ്മളിപ്പോൾ പാളയം ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പാളയത്ത് നമ്മൾ ഒരു ഗണപതി പോലുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമം കണ്ണ് ചില കാര്യങ്ങളിൽ നമ്മളെ അഭിമാനം ഭയങ്കരമായിട്ട് കിട്ടുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കത് ഭയങ്കര ട്രിവാൻഡ്രംകാരെ പല സമയത്ത് പല ആൾക്കാരും എനിക്കും നിങ്ങൾ എന്നെ കണ്ണ് നിറപ്പിച്ചോളൂ എന്തോ സീരിയസ് ആയിട്ട്. നമ്മൾ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ ഒരു സമയത്ത് ആൾക്കാരിങ്ങനെ ഭയങ്കരമായിട്ട് ഇവ തിരുവനന്തപുരം തെക്ക് എന്തോ മൂർഖനെ കണ്ടാലും തെക്കനെ കണ്ടാലും ആദ്യം തെക്കനെ തല്ലിക്കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തെക്കൻ്റെ നാഥൻ കിടക്കുന്നത് വലിയൊരു പാമ്പിൻ്റെ പുറത്താണ്, അനന്തൻ്റെ പുറത്താണ് കിടക്കുന്നത്. ഒരുപാട് തലകളുള്ള ഒരു സർപ്പത്തിൻ്റെ പുറത്ത് മെത്തയായിട്ട് ഉപയോഗിച്ചിട്ട് കിടക്കുന്നതാണ്. അപ്പം അത് നമ്മൾ ട്രിവാൻഡ്രത്ത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പാളയം എടുത്തു കഴിഞ്ഞാൽ പാളയത്ത് ഒരു ഗണപതി ക്ഷേത്രം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പിന്നെ നമ്മുടെ ക്രിസ്ത്യൻ ചർച്ചുണ്ട്, തൊട്ടടുത്ത് മുസ്ലിം പള്ളിയുണ്ട്. അപ്പോൾ അത്ര ഒരു കോസ്മോപൊളിറ്റൻ കൾച്ചർ, എല്ലാ നാനാമത ജാതി ആൾക്കാർ വളരെ യുണൈറ്റഡ് ആയിട്ട് ഒരു വർഗീയ സംഘർഷം പോലും ഉണ്ടാവാത്തൊരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അത്തരത്തിൽ നല്ല സ്ഥലമാണ്. ഞാൻ ഇത് പത്മനാഭ സംക്ഷേത്രത്തിൽ പോകുന്ന പോലെ തന്നെ ഭീമാപ്പള്ളിയിൽ പോകുന്ന ആളാണ്, വെട്ടുകാട് പോകുന്ന ഒരാളാണ്, എൻ്റെ എല്ലായിടത്തും പോകുന്ന ആളാണ്. നമ്മളത് ട്രിവാൻഡ്രത്തുകാരുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. എന്നോടൊപ്പം കഴിഞ്ഞ ദിവസം ഞാൻ മകരവിളക്കിന് എല്ലാ പ്രാവശ്യം ശബരിമലയിൽ പോകുന്നത്. അപ്പോൾ എന്നോടൊപ്പം തിരുവനന്തപുരത്തുള്ള 2-3 മുസ്ലിം സുഹൃത്തുക്കളും നമ്മളോടൊപ്പം ശബരിമലയിൽ വന്നു. അപ്പോൾ അവർ അതൊക്കെ എല്ലാവരും അതങ്ങനെയാണ്, നമ്മളെ ഒരു സന്തോഷമാണ് അല്ലെ, അവരുടെ ഒരു ഇതാണ്. ആ ഒരു കൾച്ചർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയൊരു വാർത്തയാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ പറഞ്ഞു ലോകത്തിൻ്റെ എവിടെ പോയാലും തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കളിച്ച് നടന്ന സ്ഥലം. അതിൽ പൃഥ്വിരാജ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഈ രീതിയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ പറയുമ്പോഴും നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു ഇതുണ്ട്. എങ്ങനെയാണ് അപ്പം ആ ഒരു കാര്യത്തെ ചേട്ടൻ നേരിടണം? അല്ലാതെ തിരുവനന്തപുരത്തെ ഡീഗ്രേഡ് ചെയ്ത് പല കാര്യങ്ങളും ഞാൻ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ട്രിവാൻഡ്രത്തെ ഭക്ഷണം മോശമാണെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്തൊരു ഫാക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫാക്റ്റിൻ്റെ റീസൺ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് റെസ്റ്റോറൻറ്റ്സാണ്, ചെറിയ ചെറിയ കടകളല്ല ഉദ്ദേശിക്കുന്നത്, വൻകിട റെസ്റ്റോറൻറ്റുകളും അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളും ഭക്ഷണ സ്ഥാപനങ്ങളും നടത്തുന്നത് കംപ്ലീറ്റ് അങ്ങോട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ എടുത്തു നോക്കിയാൽ ട്രിവാൻഡ്രത്തെ ഏത് സ്ഥാപനം എടുത്തു നോക്കിയാലും തിരുവനന്തപുരത്തുകാർ നടത്തുന്നതല്ല. ഇവിടുത്തെ വലിയ വലിയ റെസ്റ്റോറൻറ്റ് ചെയിൻസ് എടുത്ത് നോക്കും, ഒന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒന്നും തിരുവനന്തപുരത്തുകാർ നടത്തുന്നതല്ല എല്ലാവരും. അപ്പോൾ ആ ഒരു സംസ്കാരത്തിന് ട്രിവാൻഡ്രംകാർ എന്ത് വിളിച്ചു, വെളിയിൽ നിന്നുള്ള ആൾക്കാരൊന്നും നടത്തിയിട്ട് അവിടെ മോശം ഭക്ഷണം കൊടുക്കുന്നു. പക്ഷെ ലൊക്കേഷൻ തിരുവനന്തപുരം ആയിപ്പോയി, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർ ലോകത്തിൻ്റെ എവിടെ പോയി നടത്തിയാലും അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു കുറ്റമായിട്ട് പറയും. പക്ഷേ ട്രിവാൻഡ്രത്തിൻ്റെതായ കുറേ ലാൻഡ്മാർക്ക് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഔട്ട്സ്റ്റാൻഡിങ്. ചിക്കൻ പെരട്ട് എന്നുള്ള സ്ഥലം ലോകത്ത് വേറെ ഒരു സ്ഥലത്തും ഇല്ല, തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ മട്ടൻ പെരട്ടുണ്ട്. അങ്ങനെ ഈ മട്ടൻ്റെ തന്നെ നല്ലിയുടെ തന്നെ കുറേ ഡിഷസ് ഉള്ളത് ട്രിവാൻഡ്രമാണ്. അങ്ങനെ കുറേ അധികം ഡിഷസ് ട്രിവാൻഡ്രം മാത്രം. ഈ പഴങ്കഞ്ഞി ഇത്രയും ഫേമസ് ആക്കിയ ഒരു സ്ഥലം ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്തുള്ളത് അതുപോലെ പഴങ്കഞ്ഞി കടകൾ വേറെ ഒരു സ്ഥലത്തും ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് നല്ല ഭക്ഷണ സംസ്കാരമുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഭക്ഷണ സംസ്കാരം. ഇപ്പോൾ നമ്മൾ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു ഭക്ഷണ സംസ്കാരം, തെരളിയുണ്ട്, വെള്ള പൊങ്കാലയുണ്ട്, പിന്നെ നമ്മുടെ ശർക്കര ഇട്ട പൊങ്കാലയുണ്ട്, മണ്ടപ്പുറ്റുണ്ട്. ഇതൊന്നും ലോകത്തിൻ്റെ വേറൊരു അല്ലെങ്കിൽ ഒരു സ്ഥലത്തും ഇല്ല. ഒരു സ്ത്രീകളുടെ ശബരിമല എന്ന് തന്നെയാണ് ആറ്റുകാൽ അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ ഗാദറിംഗ് നടന്ന ഗിന്നസ് ബുക്ക് റെക്കോർഡുള്ള ക്ഷേത്രം കൂടെയാണ് ആറ്റുകാലാണ്. അതുപോലെ മട്ടൺ ഡിഷസിന് ഏറ്റവും നല്ല സ്ഥലം, ഇപ്പോൾ സുരാജേട്ടനും ടോവിനൊക്കെ ഈ അടുത്ത കാലത്ത് അഭിപ്രായപ്പെട്ടത്
ഏറ്റവും നല്ല മട്ടൺ ഡിഷസ് കിട്ടുന്നത് തിരുവനന്തപുരത്താണെന്നുള്ളത്. ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് പറഞ്ഞു, ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ഏതാണ് തിരുവനന്തപുരത്ത് ഏറ്റവും എപ്പോഴും വന്നാൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് തിരുവനന്തപുരത്ത് ഏറ്റവും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വീഡിയോ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് വിഴിഞ്ഞം എന്നൊരു സ്ഥലം, അന്ന് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്നത്. ഇന്ന് വിഴിഞ്ഞത്ത് 100ഓളം സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിൽ ഏകദേശം പകുതിയിലധികം ഇനോഗ്രേറ്റ് ചെയ്ത ഒരാൾ ഞാൻ തന്നെയാണ്, അത് പ്രൊമോട്ട് ചെയ്ത ആൾ പകുതിയിലധികം. അപ്പം എനിക്ക് അഭിമാനമാണ്, കാരണം അത്തരത്തിലുള്ളൊരു സ്ഥലത്ത് പോയി വിഴിഞ്ഞ ഒരു വലിയൊരു ഫുഡ് കൾച്ചറിലേക്ക്, അന്ന് വിഴിഞ്ഞത്തെ ആൾക്കാർ പോകുന്ന കുറവായിരുന്നു. അതെ, ആകെ ഒരു ഉസ്താദ് ഹോട്ടലുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഓർത്താൽ മനസ്സിലാവും. പക്ഷെ ഇന്ന് വിഴിഞ്ഞത്തുള്ള ഉസ്താദ് ഹോട്ടൽ തന്നെ 2 ഉണ്ട് വിഴിഞ്ഞത്തിപ്പം. പിന്നെ വിഴിഞ്ഞം ഹോട്ടൽ, ഇഫ്താർ, അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ വിഴിഞ്ഞത്ത് ഇങ്ങനെ ഒരുപാട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്, ആരും മോശമല്ല, എല്ലാവരും അവർ ബെറ്റർ ആക്കാനേ നോക്കുകയുള്ളൂ. പിന്നെ നല്ല സീ ഫുഡ് കഴിക്കണമെങ്കിൽ തിരുവനന്തപുരത്തുകാർക്ക് 1-2 സിറ്റിയിലുള്ള കട വിഴിഞ്ഞത്ത് തന്നെ പോകണം. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ആ വിഴിഞ്ഞം എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഞാൻ പണ്ട് സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത്, അപ്പോൾ വിഴിഞ്ഞത്തുള്ള ഒരുപാട് കടക്കാർ എന്നെ വളരെ സന്തോഷത്തോടെ വിളിച്ച് പറയാറുണ്ടാണ്. അപ്പോൾ പണ്ട് ഇവിടെ ആൾക്കാർ അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാരണം ട്രിവാൻഡ്രത്തൊരു നൈറ്റ് സ്പോട്ട്, ഫുഡ് സ്പോട്ട്, 24 hours ഫുഡ് കിട്ടുന്ന സ്ഥലം. രാത്രി വിഴിഞ്ഞത്ത് പോയി എപ്പോഴും സീ ഫുഡ് കിട്ടും. അതെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു, അപ്പോൾ ആൾക്കാർ അങ്ങോട്ട് ഒരുപാട് പേര് പോകാനും തുടങ്ങി. തിരുവനന്തപുരം വന്നാൽ വിഴിഞ്ഞം മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയി. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള അവിടെ പോയി ഇരിക്കുമ്പോഴും എനിക്കൊരു അഭിമാനമുള്ളത് അത്തരം ഒരു സ്ഥലത്തെ വിഴിഞ്ഞത്തെ. ഇപ്പം പിന്നെ വിഴിഞ്ഞത്ത് തുറമുഖമൊക്കെ വന്നു, വിഴിഞ്ഞം വേറെ ഒരു, ഇപ്പം ഇതൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും വിഴിഞ്ഞത്ത് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. പക്ഷേ തുറമുഖം കൂടെ വന്നപ്പം അതിൻ്റെ ആ ഒരു ഇതങ്ങ് മാറി വിഴിഞ്ഞം. ആ ഒരു വളർച്ച കാണാൻ പറ്റിയെന്നത് അത് എനിക്ക് ഭയങ്കര. അവിടെ എപ്പോഴും പോകുമ്പോഴും, കഴിഞ്ഞ ദിവസവും അവിടുത്തെ റെസ്റ്റോറൻറ്റ് പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം സിറ്റിയിൽ നമ്മുടെ വിഴിഞ്ഞം ഹോട്ടലിൽ അത് ഹിസാൻ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ പുതിയൊരു ഷോപ്പ് കൂടെ എടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ സന്തോഷം. അപ്പോൾ അത് അവർ വളരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക്, നമ്മൾ പോയി ചെയ്ത ഷോപ്പെല്ലാം നന്നാവുന്നു എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു അഭിമാനം. അപ്പോൾ ചില കടകൾ ചേട്ടൻ കാരണം ഒരുപാട് കടകൾ വളരെ നല്ല രീതിയിൽ നല്ല സമ്പന്നമായിട്ടുണ്ട്. അതിൽ 1-2 നല്ല അനുഭവങ്ങൾ ഏതൊക്കെയാണ്? ഒരു റെസ്റ്റോറൻറ്റിൽ ഞാൻ ഉദ്ഘാടനം ചെയ്ത റെസ്റ്റോറൻ്റാണ്. അവിടെ ചെറിയ റെസ്റ്റോറൻറ്റ് ശാസ്ത്രകുളത്തുണ്ടായിരുന്നു, കലക്കാച്ചി എന്ന് പറയുന്നത്. അപ്പം അത് ഇപ്പോൾ അവരൊരു വലിയ 300 സ്ക്വയർ ഫീറ്റിൽ നിന്ന് 3000 സ്ക്വയർ ഫീറ്റ് വലിയ റെസ്റ്റോറൻറ്റിലേക്ക് മാറി. അപ്പം അതിൻ്റെ അകത്തൊരു നമുക്കൊരു അഭിമാനമുണ്ട്. പിന്നെ അവർ ഒരു സാധാരണ ഫാമിലി ആയിരുന്നു, ഒരു വീട് വെച്ചു, കാറെടുത്തു, അതൊക്കെ പറയുമ്പം ഇപ്പോൾ എല്ലാത്തിനും എന്നെ വിളിക്കാറുണ്ട്. ഹൗസ് വാമിങ്ങിന് എന്നെ വിളിച്ചിരുന്നു, കാറെടുത്തപ്പോൾ കാറിൻ്റെ കീ കൊടുത്തത് ഞാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ അവർ തരുന്ന ഈ ഒരു സ്നേഹമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. നമ്മളിപ്പം പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാറുണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഇത്തരം സാധാരണ ഷോപ്പുകളെ സപ്പോർട്ട് ചെയ്താൽ അവർ തരുന്ന ഒരു സ്നേഹവും അതിനൊന്നും ഈ ഒരു അവർ മറ്റുള്ള വലിയ ഷോപ്പുകളല്ല ബ്രാൻഡുകൾ തരുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല. കാരണം ഇത് ഇവരുടെയൊക്കെ ഒരു സന്തോഷത്തിൽ നമ്മൾ പങ്കാളിയാവുക, അവരുടെ ഒരു ഭാഗമാവുക എന്ന് പറയുമ്പോൾ അവർ, ഞാൻ നോക്കുമ്പോൾ ഒരു വലിയ കട്ടൗട്ടൊക്കെ കൊണ്ട് അവരുടെ റെസ്റ്റോറൻറ്റ് ഫ്രണ്ട് അത് ഇനോഗ്രേഷൻ സമയത്ത് വെച്ചാൽ. അപ്പം ഞാൻ അതുവഴി പോകുമ്പോൾ ഞാൻ അതെടുത്ത് മാറ്റാനുള്ള സമയമായെന്ന് പറയുന്നത്. കാരണം അത് ഏകദേശം ഇതാ 1 വർഷം ആയപ്പോൾ ഇതായി. അപ്പോൾ അവർ, ഞാൻ പറഞ്ഞു അല്ല, അവർ പറഞ്ഞാൽ അത് മാറ്റത്തില്ലെന്നാണ് പറയുന്നത്, അത് മാറ്റിയാലും പുതിയ സാധനം കൊണ്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരം സ്നേഹം അവർക്കൊരു ഒരു നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വരുന്നത്, അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ എന്നുള്ള ഒരു സന്തോഷമാണ്. ഞാൻ പറയും നിങ്ങൾ എന്തെങ്കിലും അതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് കാണിച്ചാൽ പോലെ ഞാൻ റെസ്പോൺസിബിൾ, പക്ഷെ അവർ കാണിക്കില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ഉറപ്പെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നല്ല നല്ല അനുഭവങ്ങളാണ് എല്ലാ സ്ഥലത്തും. ഇപ്പോൾ നമ്മുടെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മരുതൻകുഴിയില്ല, അവിടുത്തെ വടക്കക്കട, എനിക്ക് എല്ലാ വർഷവും ചേട്ടനാണെന്ന് തോന്നുന്നു, ചേട്ടൻ ഭീമൻ്റെവും കൂടെ ആണെന്ന് നോക്കുകയാണ്. പക്ഷേ എവിടെയെങ്കിലും ഏതെങ്കിലും ബ്രാൻഡ് മോശമാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നമുക്കൊരു രുചിച്ച് നോക്കിയതിന് ശേഷം മോശം അനുഭവം ഉണ്ടായിട്ട് തിരിച്ചിറങ്ങി വരേണ്ട ഒരു അനുഭവം ഉണ്ടായിരുന്നു? ഞാൻ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്നെ പെയ്ഡ് പ്രൊമോഷൻ വിളിച്ച് 1-2 റെസ്റ്റോറൻറ്റ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ട്. ഈവൻ എൻ്റെ പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടാണ് ഞാൻ ഷൂട്ടിന് പോയത്. അപ്പോൾ അവിടെ പോയി കഴിച്ചപ്പം എനിക്ക് ഭക്ഷണത്തോട് അത്ര, കാരണം ഫിഷ് ഫ്രഷ് അല്ലായിരുന്നു, നമുക്ക് തരുന്ന ഫിഷ് അങ്ങനെയാണെങ്കിൽ പിന്നെ വരുന്ന സാറിന്, അപ്പം ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ്, 1-2-3 റെസ്റ്റോറൻറ്റ് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനോട് നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. വേറെ നമ്മൾ ചെയ്യില്ല, വേറെ ആരെങ്കിലും ചെയ്യും, അത് അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യില്ല എന്നുള്ള അത്തരത്തിലുള്ള പോളിസീസ് എനിക്കുണ്ട്. കാരണം നമ്മുടെ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അമ്മയാവട്ടെ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ആവട്ടെ, ഇവരെല്ലാവരും പോയി കഴിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഞാൻ പോയി നല്ലതെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കഴിച്ചിട്ട് ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളെ വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ബാധിക്കുന്നതിനപ്പുറം നമ്മളധികം വളരെയധികം വിഷമം ഉണ്ടാക്കുന്നത്. നമ്മൾ ഇപ്പം എത്രയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിപ്പോൾ നമ്മുടെ വീട്ടിൽ അമ്മ ഒരു ദിവസം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ പുക ചവയ്ക്കാം, ഇല്ലേ, ചിലപ്പോൾ അടിയിൽ പിടിക്കാം, ചിലപ്പോൾ ഉപ്പ് കൂടാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ എനിക്ക് എതിർപ്പുള്ളത് മനഃപൂർവ്വമായി മോശം ഭക്ഷണം കൊടുക്കുന്നവരോട് ഭയങ്കരമായ എതിർപ്പാണ്. കാരണം ഇപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ഫ്രീസറിൽ വെച്ച കറികൾ വീണ്ടും എടുത്ത് ചൂടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഫിഷ് സ്റ്റൈലായ ഫിഷ് ഫ്രൈ ചെയ്ത് കൊടുക്കുക,
ഭയങ്കര മോശമാണ്. അത്ര ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഇനി എത്ര കോടി വന്നാലും നമ്മൾ ആ ഒരു വഴിക്കില്ല എന്നുള്ളത്. പലരും അങ്ങനെ ഒരു മനസ്സ് കാണിക്കാറില്ല, അവരവരുടെ കാശിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അപ്പം അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണമെന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ അവർ മോശമായിട്ട് ചെയ്യുന്നതാണ്, പക്ഷെ നമ്മൾക്കൊരു ഭാഗികമായി നേരിട്ടോ അല്ലെങ്കിൽ അറിയാതെയോ നമ്മളതിൽ ഉത്തരവാദികളാണ്. മനസ്സിലായില്ലേ? അതൊരു വലിയൊരു ഫാക്ടറാണ്. നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ട് ഒരാൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ള സിനിമ അതിൽ അഭിനയിച്ച നടൻ കുറ്റവാളി എന്നല്ല, പക്ഷെ അവൻ ഒരു പരിധി വരെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള ഒരു കുറ്റമാണ്. അപ്പോൾ ഈ പ്രൊമോഷൻ ചെയ്യിപ്പിക്കുന്ന റെസ്റ്റോറൻറ്റുകാരുടെ ഉത്തരവാദിത്തമാണ് ശേഷം നന്നായി നല്ല ഭക്ഷണം. ഈ തിരക്കൊക്കെ വരുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മൾ പോയി പ്രൊമോഷൻ ചെയ്യുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ നിയന്ത്രണത്തിന് അതീതമായ തിരക്കുകൾ വരുന്നു. അപ്പോൾ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ആ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോഴത്തേക്ക് മിക്കവാറും ഈ കഴിക്കാൻ പോകുന്നവർ പിതൃക്കളെ സ്മരിക്കുന്നത് വീഡിയോ ചെയ്തവനായിരിക്കും, റെസ്റ്റോറൻറ്റുകാരനായിരിക്കും. അവൻ്റെ വീഡിയോ കണ്ട് പോയി നമ്മൾ അങ്ങനെ ആയിരിക്കും. അവൻ ഉറപ്പായി എൻ്റെ പിതൃക്കളെ സ്മരിക്കും, പക്ഷെ നമ്മൾ നേരിട്ട് ഉത്തരവാദിയല്ല. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നൊരു കാര്യം. നമുക്ക് മേ ബി നെഗറ്റീവ്സ് വരാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പൊതുവേ മാക്സിമം അങ്ങനെയുള്ള സ്പോട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഇത് നോക്കി മാത്രമേ ഞാനിപ്പോൾ കണ്ടൻറ്റുകൾ ചെയ്യുന്നുള്ളൂ, ക്ലയൻസുകൾ എടുക്കുന്നുള്ളൂ. ചുമ്മാ നമ്മളിപ്പം പ്രൊമോഷൻ പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്തും ഏതും വാരിക്കോരി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കത് നമ്മൾ ആ ബ്രാൻഡ് അല്ലെങ്കിൽ എത്രത്തോളം നല്ലതാണ്, അത് ആൾക്കാർക്ക് എത്രത്തോളം അത്തരത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ഭക്ഷണത്തിൻ്റെ പ്രൊമോഷൻ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗെയിമിംഗ് ആപ്പുകളുടെ പ്രൊമോഷൻ എനിക്ക് വന്നിട്ടുണ്ട്. അത് ഇച്ചിരി ഡേഞ്ചറസ് സംഭവം ആയതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് വലിയൊരു കാര്യമാണ്. കാരണം ഈ അടുത്ത സമയത്ത് ഞാൻ കേട്ട അന്തം അത്ഭുതപ്പെട്ടു. ഒരുപാട് പേര് ഈ ആപ്പുകൾ കാരണം മരിക്കുകയാണ്. ഇപ്പോൾ ക്യാരക്ടറായി എന്ന് പറഞ്ഞുകൊണ്ട് യൂസിൻ്റെ ഒരു ആപ്പ് കാരണം ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയുടെ അമ്മ യൂസിലിപ്പോൾ ഇപ്പോഴും കേസ് നടക്കുന്നു. അപ്പോൾ ഇത്തരം ഗെയിമിംഗ് ആപ്പുകൾ കാരണം വലിയ രീതിയിലുള്ള മരണങ്ങൾ തന്നെ സംഭവിക്കുന്നു. അതൊക്കെ ഒഴിവാക്കാൻ സാധിച്ചത് വലിയൊരു മനസ്സുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ കുറേ ദിവസമായി ഒരു ഗെയിമിംഗ് ആപ്പ് കമ്പനി ഇങ്ങനെ അവർ ഓൾമോസ്റ്റ് ഇവിടുത്തെ മെയിൻ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞു. സിനിമ നടന്മാർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചാൽ അവരൊക്കെ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് വേണ്ട, ആ ഒരു പൈസ നമുക്ക് വേണ്ട. രണ്ടും മനസ്സല്ലേ, നമ്മൾ അതിന് വേണ്ടാന്ന് വയ്ക്കുന്നതാണ്. പക്ഷെ ഞാൻ ഒരേ സമയം ഇപ്പോൾ ഒരു ലിക്കർ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ബാറിൻ്റെ പ്രൊമോഷൻ വന്ന് അത് ചെയ്യുന്ന ഒരാളാണ്. അതിന് രണ്ട് ന്യായമുണ്ട്. കാരണം കേരള സംസ്ഥാനത്തിൻ്റെ നെടുന്തൂണെന്ന് പറയുന്ന സാധനവും ഈ ഒരു സാധനമാണ്. അപ്പോൾ രണ്ടാമത് അതുകൊണ്ടല്ല, ഈ ഒരു സാധനം മിതമായ അളവിൽ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ സർക്കാർ അത് വിൽക്കില്ലല്ലോ, വിൽക്കുന്നൊരു സാധനമാണ്. അത്തരം സാധനങ്ങളിൽ നമ്മൾ അതിൻ്റെ ഉപഭോഗത്തിലെ മാറ്റമാണ് വരേണ്ടത്. ഉപഭോഗത്തിലെ ശ്രദ്ധയാണ് നമ്മൾ എത്രത്തോളം. സാധാരണ എല്ലാവരെയും കുറിച്ച് പറയുന്നത് നമ്മൾ കുടിച്ച് നശിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ കേരള സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും കുടിച്ച് നന്നായിട്ടുണ്ടെങ്കിൽ മേ ബി എനിക്ക് പറയാൻ ഞാൻ നന്നാണ്. കാരണം ഒരുപാട് നമ്മൾ ഈ ഒന്ന് കുടിച്ച് കാണിക്കാനായിട്ട് ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ സമീപിക്കാറുണ്ട്. ഇനി അടിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ ഇടയിൽ നമ്മുടെ ബ്രാൻഡ് ഒന്ന് ഉൾപ്പെടുത്താമോ എന്നാണ്. അല്ല, ഈ കുടിച്ചത് കാരണം കവിത എഴുത്ത് നിർത്തിപ്പോയ രണ്ട് പ്രധാനപ്പെട്ട കവികളുണ്ട് കേരളത്തിൽ. ഒന്ന് ബാലേന്ദ്ര ചുള്ളിക്കാടും മറ്റൊന്ന് കടമ്പനിട്ടയും. ഇവർ രണ്ടൊരു നന്നായി മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നല്ല കവിതകൾ എഴുതിക്കൊണ്ടത്. അല്ല, മദ്യം കാരണമാണ് അവർ കവിത എഴുതിയെന്നല്ല, നമ്മുടെ കവി അയ്യപ്പൻ അദ്ദേഹം മദ്യപിക്കാതെ ഒരു വരി പോലും എഴുതിയിട്ടില്ലെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. അപ്പം മദ്യം അല്പം ബോധത്തെ ഉണർത്തും എന്ന് പറയും. അത് എല്ലാം അധികമായാൽ അമൃതാണല്ലോ ഏറ്റവും വലിയ വിഷം എന്നാണല്ലോ പറയുന്നത്. അമൃത് കഴിക്കാം, പക്ഷെ അധികമായാൽ അത് വിഷമാണ്. ഇപ്പോഴും ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കിൽ കോൺട്രവേഴ്സീസ് ഉള്ളതാണെങ്കിൽ കൂടിയും അഡ്വൈസ് ചെയ്യുന്നത് നമ്മളുടെ ശരീരഭാരത്തിന് സമമായിട്ടുള്ള അത്രയും ml മദ്യം ഒരു ദിവസം നമ്മൾ കഴിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇരട്ടി, ഇപ്പോൾ 60 കിലോ ഉള്ള ഒരാൾ 120 ml വരെ കഴിക്കാം, സേഫാണ് എന്നുള്ളതാണ് പറയുന്നത്. വേറെ അപകടങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് ഇവിടെ വിതരണം ചെയ്യുന്ന മദ്യത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ മോശമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. പല ബ്രാൻഡുകളും പല ബ്രാൻഡുകളും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു ക്വാളിറ്റി ഇല്ലാതെ ലോക്കൽ സ്പിരിറ്റും മറ്റേ ഫ്ലേവറും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പോൾ അത്തരം ക്വാളിറ്റി അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അവർ ഈ പാവപ്പെട്ടവൻ കുടിച്ചിട്ട് വെളിയിറങ്ങുമ്പോൾ അവൻ്റെ കഴുത്തിന് പിടിക്കാതെ അവൻ കൊടുക്കുന്നത് നല്ല സാധനമാണോ, കുടിക്കുന്നവൻ്റെ കരൾ സേഫായിട്ടിരിക്കുമോ എന്ന് പറയുന്ന അത്തരം അതിൻ്റെ ഒരു ക്വാളിറ്റി കൺട്രോൾ സർക്കാർ കൊണ്ടുവരണം. ഉത്പാദനത്തിന് എത്രയോ ഇരട്ടിയാണ് തുകയാണ് ടാക്സായിട്ട് വാങ്ങുന്നത്. അപ്പോൾ ആ ഇയാളുടെ ഒരു സേഫ്റ്റി ഈ ഭാഗത്തും കൂടെ ഉണ്ടാവണമെന്നാണ്. തീർച്ചയായിട്ടും. കാരണം ഇവർ ഈ ഒരു നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഇപ്പോൾ
നമ്മുടെ നാട്ടിലെ പല ബിവറേജിലും പോയി കഴിഞ്ഞാൽ വളരെ വൃത്തിഹീനമായ അന്തരീക്ഷവും അവരോട് പെരുമാറുന്നതും അവരെ ക്യൂ നിർത്തുന്നതും അല്ല അവരെ മാനേജ് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴും ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റമില്ല. കാരണം അത്തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ സർക്കാരിനെ താങ്ങി നിൽക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുതെന്നുള്ള ഒരു അപേക്ഷ കൂടെ ഉണ്ട്. അതില്ലെങ്കിൽ 3-4 വരുമാനമാണ്. കഴിച്ചിട്ടിറങ്ങുന്ന സമയത്ത് ഇപ്പുറത്ത് പെറ്റിയടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കും. പോകുന്ന സമയത്ത് ഇവരെ നിന്ന് ടാക്സ് വാങ്ങാം. ഇനി അവർക്ക് എന്തെങ്കിലും രോഗം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആശുപത്രി, ഇങ്ങനെ പല ഘടകങ്ങളിലായിട്ട് അവരെ വീതം വെച്ചെടുക്കുമ്പോഴും ഇതിനെ വളരെ സുരക്ഷിതമായ രീതിയിൽ അവരെ ഉപയോഗിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ ഹെൽത്തി ആയിട്ട് ആ ശീലം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി വലിയ രീതിയിൽ ദോഷം ഉണ്ടാക്കാതിരിക്കാനൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ആക്ച്വലി നമ്മളിപ്പം ഒരു ബിവറേജിൽ കയറിയിട്ട് ഒരു ബോട്ടിൽ മേടിച്ചിട്ട് അത് പൊതിയാതെ ഓപ്പണായിട്ട് കൊണ്ടുപോയാൽ പോലും നമ്മളെ 55H പ്രകാരം അറസ്റ്റ് ചെയ്യാൻ പറ്റും, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റും. അപ്പം അത്തരം നിയമം കഠിനമായ നിയമങ്ങളുള്ള സ്ഥലമാണ് കേരള സംസ്ഥാനം. ഈ ബാറ് പ്രൊമോഷൻ ചെയ്തു എന്ന പേരിൽ എനിക്കെതിരെ 4ഓളം കേസുകളുണ്ട്. തെറ്റ് കേസുകളാണെങ്കിൽ കൂടിയും 4 കേസുകൾ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഉദ്ഘാടനം ചെയ്ത ബാറിൻ്റെ വീഡിയോ ഇട്ടു എന്നുള്ളതാണ് അതിൻ്റെ പേരിലുള്ള കുറ്റം. അപ്പോൾ ഇത് ഞാൻ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അത് കോഷിയാണ്. ഇത് 500 രൂപ അടയ്ക്കുന്ന അല്ലെങ്കിൽ 1000 രൂപ അടയ്ക്കുന്ന പെറ്റി കേസാണ്. ഞാൻ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ഞാൻ കോടതിയെ സമീപിച്ച് ഞാൻ സ്പെൻഡ് ചെയ്തത്. കാരണം അതൊരു നമ്മുടെ ആവശ്യമാണ്. കാരണം നമ്മളൊരു ഒഫൻഡർ അല്ലല്ലോ. നമ്മൾ ചെയ്യുന്ന തൊഴിലിൻ്റെ ഭാഗമായി നമ്മൾ കാണിച്ചതാണ്, അല്ലാതെ മദ്യപാനം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമല്ല. പക്ഷേ അത് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. കാരണം 1955 ACD Act 6 Clause 6 എന്തോ പ്രകാരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കണ്ടൻറ്റുകൾ വരാൻ പാടില്ല എന്നൊരു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം സോഷ്യൽ മീഡിയ നോക്കിയാൽ എല്ലാ ദിവസവും നമ്മൾ നോക്കിയാൽ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ കണ്ടൻറ്റുകൾ ഇടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആക്ട് പ്രകാരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അതിന് ചില നിബന്ധനകളുണ്ട്. ഇപ്പോൾ സിനിമയിൽ മദ്യത്തിൻ്റെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പക്ഷേ സിനിമയിൽ എഴുതി കാണിക്കുന്നുണ്ട് കൺസെപ്ഷൻ, അതുപോലെ എഴുതി കാണിച്ച് വീഡിയോ ഇട്ടാൽ അതുപോലെ കാണിച്ചാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേസ് അവർക്ക് എടുക്കാൻ പറ്റും. പക്ഷെ തിരിച്ച് നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ നിരപരാധിത്വം തെളിയിക്കാനാണ് നമ്മൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വാണിംഗ് ഉൾപ്പെടെ കൊടുത്തിട്ടാണ് വീഡിയോ ഇടുന്നത്. അതൊരു വലിയ, പക്ഷെ അത് പലരും പറയുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം പലരും ശ്രദ്ധയപ്പെടുത്തുന്നില്ല. പക്ഷേ ഞാൻ ഏറ്റവും അധികം ബാർ വീഡിയോസ് ചെയ്തിട്ടുള്ള ആളാണ്. കേരളം വിട്ടിട്ട് ഞാൻ മാഹി പോയി ചെയ്തിട്ടുണ്ട്, കേസ് എടുത്തിട്ടില്ല. മഹാരാഷ്ട്ര ചെയ്തിട്ടുണ്ട്, കേസ് എടുത്തിട്ടില്ല. UAE ഏറ്റവും അധികം ബാർ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ള UAE ദുബായിലും പിന്നെ US പോയി ചെയ്തിട്ടുണ്ട്. UK കാൻസിൽ ബാറുകളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്നും അവർക്ക് കേസ് എടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ ജൂറിസ്ഡിക്ഷനിൽ നടക്കുന്ന സംഭവങ്ങളല്ല. എക്സൈസിന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഏതെങ്കിലും ലോക്കൽ ബാർ ആണെങ്കിൽ അവർക്ക് കേസ് നമ്മുടെ ടെറിട്ടറിക്കകത്ത് നമ്മൾ കേസെടുത്ത് ഒരു വാർത്ത കൊടുക്കാം. പിന്നെ അത്തരം വാർത്തകൾ കൊണ്ട് അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ കൂടെ നമ്മളെ അറിയിക്കാനുള്ള ഒരു സന്മനസ്സാണ് കാണിക്കുന്നുള്ള. അത് ഒരു തരത്തിലുള്ള നെഗറ്റീവ് കമന്റ് കാരണം ഇത് മൊത്തത്തിൽ സ്പ്രെഡ് ആവുന്ന പോലെ എനിക്ക്. പക്ഷെ അത്തരം ഒരു ഇഷ്യൂ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് കിട്ടിയ ഒരു എന്തെന്ന് വെച്ചാൽ, അപ്പോൾ അവർ ചോദിക്കുകയാണ് ഒരു ഈ നയം തെറ്റല്ലേ? കാരണം ഇത്തരം ഒരു സാധനം വിറ്റ് വരുമാനം ഉണ്ടാക്കി ജീവിച്ചിട്ട് അതിനെ പറ്റി ഒരു വീഡിയോ ഇടുമ്പോൾ അതിനെതിരെ കേസ് എടുക്കുന്നത് തെറ്റല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതെന്തൊരു അഭിശാരികയുടെ ചരിത്ര പ്രസംഗം അല്ലേ എന്ന് വരെ കമൻറ്റിൽ ചോദിച്ചവരുണ്ട്. എനിക്കിപ്പോഴും സ്റ്റിൽ ഓർമ്മയുണ്ട്. പക്ഷേട്ടാ ധൈര്യമായിട്ട് മുന്നോട്ട് എന്നുള്ള രീതിയിൽ കമൻറ്റുകൾ ഒരുപാട്. ഈ ഒരു പ്രമുഖമായിട്ടുള്ള പല ചാനലുകളുടെയും പത്രങ്ങളുടെയും ഓൺലൈൻ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ഈ വാർത്ത വന്നപ്പോൾ അതിൻ്റെ താഴെയുള്ള എന്നെ മെൻഷൻ ചെയ്ത ഒരുപാട് കമൻറ്റുകൾ, ഒരു 100 കമൻറ്റ് വരുന്നതിൽ 80 എണ്ണം പോസിറ്റീവ് ആണെങ്കിൽ 20 എണ്ണം നെഗറ്റീവ് ഉണ്ട്. തീർച്ചയായിട്ടും നെഗറ്റീവ് ഉണ്ട്. പക്ഷേ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവിൻ്റെ ഒരു പവർ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം എൻ്റെ അതേ കാറ്റഗറിയിലുള്ള ഒരുപാട് വ്ളോഗേഴ്സ് തന്നെ മേ ബി എനിക്കെതിരെ നെഗറ്റീവ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പുള്ളി എന്തിനാണ് മദ്യത്തെ കുറിച്ച്. പക്ഷെ ഞാൻ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ മദ്യത്തിൻ്റെ വീഡിയോ ഇട്ടിരിക്കുന്നുണ്ട്.